എൻ്റെ പേര് ബിജിൽ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 3 മക്കളാണ്. മൂത്തയാൾക്ക് ഇന്നലെ 12 വയസ്സായി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എക്സാം ടൈം ആയപ്പോഴത്തേനും ഇവിടെ ഒരു മുഴ പോലെ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം പരന്ന് 12 എണ്ണമായി. അത് 8 mm വരെ വളർന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇവന് നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ നടന്നു പോകും. പക്ഷേ കിടന്നിട്ട് തന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കിടപ്പിൽ കിടന്ന് ഒരാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ഡോസ് ആൻറ്റിബയോട്ടിക് കൊടുത്തു. വീടിൻ്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ, എന്തെങ്കിലും ഉണ്ടേ വന്നാൽ മതി എന്ന്. വീട്ടിൽ പോയിട്ട് ഇത് തന്നെ അവസ്ഥ. ഒരു 4 ദിവസം കഴിയുമ്പോൾ പിന്നെ വീണ്ടും വേദന കൂടി. ഞങ്ങൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പം വീണ്ടും സ്കാൻ ചെയ്തപ്പം അതിനൊരു മാറ്റവും ഇല്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ചെയ്യാനോ എല്ലാ ടെസ്റ്റിങ്ങുകളും ഞാൻ ചെയ്തു, മരുന്നും എല്ലാം കൊടുത്തു. പക്ഷേ കൊച്ചിനെന്താ കുറയാത്തതെന്ന് അറിയത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവരെല്ലാം ടെസ്റ്റും ചെയ്തു. കൊച്ചിന് പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഇവന് വേദനയും കുറയുന്നില്ല, മുഴയും താഴുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം അവർ പറഞ്ഞു ഇനി 2 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, കുറഞ്ഞില്ലെങ്കിൽ ബയോപ്സി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് ഞങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ റെഫറൽ ഉണ്ടായിരുന്നു. സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോയ വഴിക്ക് ഞങ്ങളൊരു അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, കൊച്ചിനല്ല പ്രശ്നം, നിനക്കാ പ്രശ്നമെന്ന് പറഞ്ഞു. നീ ഒരു അത്ഭുത ജപമാലയുണ്ട്, അവിടെ അത് പോയി 90 ദിവസം കൂടിയിട്ട് നീ പോയി ധ്യാനം കൂടിയിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ അത്ഭുത ജപമാല എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടും ഇല്ല ഇതുവരെ യൂട്യൂബിൽ. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം തൊട്ട് ഇവനെ തൊടാനും നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഞെട്ടി മാറുക. 2 ആഴ്ച കഴിഞ്ഞപ്പം തൊട്ട് ഇവനൊരു പ്രശ്നവുമില്ല. അവൻ തന്നെ അത് മറന്നുപോയി, ആ വേദനയുടെ കാര്യം മുഴുവൻ പോയി. നല്ലൊരു കേടി കൊടുത്തേണ്ട അവസരം എന്തെല്ലാം പറഞ്ഞതല്ല, എന്തെല്ലാം മരുന്നുകൾ, എന്തെല്ലാം ചികിത്സകൾ, എന്തെല്ലാം പൈസ ചിലവാക്കിയതിന്. അപ്പോൾ ഇവർ കൊണ്ടുപോയി കാണാൻ പോയി അച്ഛനൊരു ധ്യാനഗുരച്ഛനായിരുന്നു. ആ ധ്യാനഗുരച്ഛൻ പറഞ്ഞു അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടാനായിട്ട്. ആ അച്ഛൻ പറഞ്ഞു വിട്ടു വന്നവർ. അപ്പോൾ അതുപോലെ അവർ ചെയ്ത സമയത്ത് ആ രോഗം മാറിപ്പോയി. കണ്ടോ, എൻ്റെ നന്ദി പറയാൻ വേണ്ടി ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.